ഇനി നമുക്ക് മണ്ഡലശുദ്ധിയെ കുറിച്ച് പറയാട്ടോ. ഇന്നും നാളെയായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡലശുദ്ധി നടക്കുന്നത്. മണ്ഡലമാസമൊക്കെ ആരംഭിക്കാനായിട്ട് പോകുകയാണല്ലോ. അത്രയും വിശേഷപ്പെട്ട ഒരു മാസമാണ്. കേമമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എല്ലാ ശുദ്ധീകരണ കർമ്മങ്ങളും നടത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ഡലശുദ്ധി മാസം തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് നടത്തുന്നത് കേട്ടോ. ശനി ഞായറും, അതായത് ഇന്നും നാളെയായിട്ടാണ് നടത്തുന്നത്. ഇന്ന് വൈകിട്ടും നാളെയായിട്ടാണ് ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കർക്കിടക സംക്രാന്തിക്കൊക്കെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാറുണ്ടല്ലോ. അതായത് പുതിയൊരു വർഷത്തെ വരവേൽക്കാനായിട്ട് അങ്ങനെയുള്ള അതേ ചടങ്ങുകളൊക്കെ തന്നെയാണ്. ഭഗവാന്റെ ആ വിശേഷപ്പെട്ട ഒരു മാസം വരുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ശുചീകരണ കർമ്മങ്ങളും നടത്തുക. പിന്നെ ഈ വൃശ്ചിക മാസത്തിൽ ഉത്ഥാന ഏകാദശി എന്നാണല്ലോ പറയുന്നത്. ഭഗവാൻ ഉണർന്ന് എഴുന്നേറ്റ് വരില്ലേ. അപ്പൊ എല്ലാം ഭംഗിയായിട്ടിരിക്കണ്ടേ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? എല്ലാം ശുദ്ധീകരിക്കാം. അതിനുള്ള ചടങ്ങുകളൊക്കെയാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് നടത്താനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഈ മണ്ഡലമാസക്കാലത്താണ് 40 ദിവസം ഭഗവാന് പഞ്ചഗവ്യ അഭിഷേകം ഉള്ളത്. പഞ്ചഗവ്യ ആടാറുണ്ട്. അതേപോലെ 41ാമത്തെ ദിവസം കളഭാട്ടമുണ്ട്. അപ്പൊ അതിനൊക്കെ മുന്നോടി ആയിട്ടുള്ള ശുദ്ധീകരണ കർമ്മങ്ങളാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ദർശന നിയന്ത്രണങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ശനി ഞായറും എങ്ങനെയൊക്കെയാണ് ദർശന ക്രമീകരണങ്ങൾ ഉള്ളത് അതേമാതിരി തന്നെയാണ്. പ്രത്യേക ദർശന നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ.